യഥാശക്തി. എൻ്റെ പേര് ബാഹുല്യനാണ്. ധനുച്ചുറം സ്വദേശിയാണ്. ദേശീയ കായികധർമ്മം. ദുഃഖമായ ഒരു വാർത്ത. ഇന്നലെ 7:30 തൃശൂർ അമല ആശുപത്രിയിലാണ് പ്രസിദ്ധമായ ഗായകൻ ജയചന്ദ്രൻ അന്തരിച്ചത്. അർബുദ രോഗം ബാധിച്ചാണ് അന്തരിച്ചതെന്ന് നമുക്ക് പറയാം. കുഴഞ്ഞു വീഴുന്നാണ് ആശുപത്രിയിൽ വെച്ചാണ് ഇന്നലെ മരണം മുഴങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. 1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ പരവൂരിലാണ് ജനിച്ചതെന്ന് പറയാം. 5 മക്കളിൽ 3-ാമനാണ് ജയചന്ദ്രൻ എന്ന് പറയാം. പിന്നെ സ്കൂൾ സംസ്ഥാന മത്സരത്തിന് 1-ാം സ്ഥാനം നേടുന്നു. 6 തവണ സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു. കേന്ദ്ര അവാർഡ് 1 തവണ ലഭിക്കുന്നു. മലയാളത്തിൽ, തമിഴിൽ, ഹിന്ദിയിൽ, തെലുങ്കിൽ എന്ന വിഷയങ്ങൾ പാടി അവാർഡ് ലഭിക്കുന്നു. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ജയചന്ദ്രൻ്റെ പാട്ട് കേൾക്കാതെ ആരും ഇരിക്കില്ല. ഒരു ദിവസം പോലും മലയാളികൾ ഇരിക്കില്ലല്ലോ. മഞ്ഞലയിൽ മുങ്ങിക്കുതിച്ച് ആ പാട്ട്. അതുമില്ല, ഒരുപാട് പാട്ടുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തമിഴിൽ ഇറങ്ങിയ ഗാനങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വപ്നമായിരുന്നു. ആരും കരയാത്തവരൊന്നുമില്ല. ഇന്ന് വിലാപയാത്രയോടെ തൃശ്ശൂർ ജില്ലയിൽ രാവിലെ അക്കാഡമിയിൽ വെച്ചിരിക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം നാളെയാണ് എറണാകുളത്ത് പരവൂര് കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിലാപയാത്രയോടെ തന്നെ കൊണ്ടുപോകുന്നു. നാടെങ്ങും കരച്ചിലാണെന്ന് തന്നെ പറയാം. ആര് കണ്ടാലും കരഞ്ഞു പോയി. ഈ യേശുദാസിനു ശേഷമുള്ള ഗായകനായ ജയചന്ദ്രൻ എന്നാണ് എല്ലാവരും വിളിക്കുന്ന ഗായകൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നതായി പറയുന്നുണ്ട്. അത്തരം മനോഹരമായ ഗാനങ്ങളാണ് ചെയ്ത 6000 ഗാനങ്ങൾ തന്നെ മലയാളത്തിൽ പാടിയിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ 50,000 ഗാനങ്ങൾ മലയാളം, ഹിന്ദി, തെലുങ്ക് ഈ ഭാഷകളിലെല്ലാം പാടിയിട്ടുണ്ടെന്ന് പറയാം. അർബുദ രോഗം ബാധിച്ചാണ് ആശുപത്രി വെച്ചാണ് മരണം മുഴങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. 5 മക്കളിൽ മൂന്നാമനാണ് ജയചന്ദ്രൻ സാറെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. സ്വപ്നം പോലെ പറയുന്ന പാട്ട് കേൾക്കാൻ ഇമ്പം. ജനകോടികളാണ് ഒഴുകിയെത്തുന്ന പാട്ട് കേൾക്കാൻ, ജയചന്ദ്രൻ്റെ പാട്ട് കേൾക്കാൻ. ആ മനസ്സിൽ നമുക്ക് ദാനം വിലാപയാത്രയോടെ രാവിലെ അക്കാഡമിയിൽ കൊണ്ടുവച്ചപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരം, അതുപോലെ ജനങ്ങൾ ഒഴുകിയെത്തുന്നതായിട്ടാണ് പറയുന്നത്. 2 സൈഡ് റോഡിൻ്റെ സൈഡിലും കാണാൻ ജനങ്ങളുടെ കൂടെ. നാളെ രാവിലെ വൈകുന്നേരത്തോടെ തന്നെ എറണാകുളം പരവൂർ കൊണ്ടുപോകും. 3:30 ശേഷമാണ് അന്ത്യകർമ്മങ്ങൾ നടത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനങ്ങളെ കൊണ്ട് നുറഞ്ഞു കവിഞ്ഞ മലയാളികളെല്ലാവരും ഒരു ദിവസം പോലും ജയചന്ദ്രൻ്റെ പാട്ട് കേൾക്കാതിരിക്കില്ല. അതുപോലെ തന്നെ ഭക്തിഗാനമേള, അയ്യപ്പൻ്റെ പാട്ടുകൾ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ പറയുമ്പോൾ നമ്മൾ കൈയും കാലും കോരിത്തിരിക്കുന്നു. ഇനി ഒരു ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആ മഹാൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി, ഇനി കാണില്ല. ഇനി ഒരു ജയചന്ദ്രൻ്റെ പാടി യേശുദാസ് ഉണ്ട്. അതുപോലെ ദേശീയ അവാർഡ് ഒരിക്കൽ കിട്ടി. 6 തവണ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തെലുങ്കിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും പാടി അവാർഡ് ലഭിച്ച ഗായകൻ ജയചന്ദ്രൻ നമ്മളെ വിട്ടുപോയി, പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഇനി പറയാം. വിലാപയാത്രയോടെ തന്നെ ദുഃഖമായി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വെച്ചിരിക്കുന്നു. സഹോദരി വീട്ടിൽ വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് നാളെ രാവിലെയോടെ വിലാപയാത്രയോടെ തന്നെ എറണാകുളത്ത് പരവൂര് എന്ന ജനിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു ദുഃഖ വാർത്തയാണ് നമുക്ക് ഇന്നലെ 7:30 ആദ്യം കുറിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കുക. സിനിമാ രംഗം, അതുപോലെ കായിക രംഗം, കലാരംഗം, ഇതിലൊക്കെ ഒരുപാട് പേര് ആരാധിക്കുന്നവരെല്ലാം ആ വീട്ടിലേക്ക് പോയി അന്ത്യവാരം നടക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് അക്കാഡമിയിൽ മൃതദേഹം വെച്ചപ്പോൾ തന്നെ ഇരുഭാഗത്തും ജനങ്ങളെ കൊണ്ട് നുറഞ്ഞു കവിഞ്ഞെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാം. ഇനി ഒരു ജയചന്ദ്രൻ നമ്മളെ സംസ്ഥാനത്ത് ആ കാലഘട്ടത്ത് സംസ്ഥാനത്ത് കലാരംഗത്ത് 1-ാം സ്ഥാനം വരുന്നു. പദ്യപാരായണത്തിലും അതുപോലെ തന്നെ നമുക്ക് ഗാനങ്ങളിലും നമുക്ക് ചിട്ടയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കലാകാരൻ ഉണ്ടാവൂലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഞാനൊരു കായിക താരമാണ്. അത് നമ്മൾ പോലും ദുഃഖം പ്രകടിപ്പിക്കും. നമ്മളെ ചെറിയ കാലത്ത് ഇത്രയും നല്ലൊരു പാട്ടുള്ള ജയചന്ദ്രൻ സാറിനെ നമ്മളെ കാലത്തുണ്ടായതിന് വളരെ നന്ദിയുണ്ട്. നമസ്കാരമുണ്ട്. അതിനുശേഷം ഇനി
യേശുദാസ് എന്ന് പറഞ്ഞ ഗായകനും ഇവർ തമ്മിൽ സഹോദരനെ പോലെ കൂട്ടുകാരാണെന്നാണ് ഇപ്പം നിന്നൊരു വാർത്തയിൽ ഞാൻ പറയുന്നത് കേട്ടത്. അത്ര കാര്യമാണെന്ന് പറയാം. ഒരു തലമുറയ്ക്കും ഒരു കാലവും ജയചന്ദ്ര സാറിൻ്റെ ഗാനങ്ങൾ എന്നും ഇന്ത്യയിലും കേരളത്തിലും നിൽക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അത് ഒരിക്കലും മാഞ്ഞു പോവില്ല. 5 തലമുറയായിരുന്നാലും മാഞ്ഞു പോവില്ല. ഈ ഗാനങ്ങളൊക്കെ ഒരു കാലത്ത് തന്നെ മഞ്ഞലയിൽ മുങ്ങി കുളിച്ചു. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൈയും കാലും ഒക്കെ കോരിത്തരിക്കുന്ന സ്വപ്നം പോലെയാണെന്ന് പറയാൻ സാധിക്കുന്ന ആ മനുഷ്യനെ ഒന്ന് കാണണമെന്ന് മനസ്സിൽ നേരിച്ചതാണ്. നമുക്ക് പോലും കാണാൻ പറ്റില്ല. അർബുദ രോഗം വായിച്ച ആശുപത്രിയിലായിരുന്ന ആ മനുഷ്യൻ അവസാന നിമിഷം കുഴഞ്ഞു വിടുന്ന ആശുപത്രിയിൽ, അമല ആശുപത്രി തൃശ്ശൂരിൽ കുഴഞ്ഞു വീഴുന്ന മരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മളും പങ്കുവയ്ക്കുന്ന. ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് രാഷ്ട്രീയക്കാരെല്ലാം എത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. MLA-മാരെത്തി. നാളെ മിക്കവരും അവിടെ എത്തുമെന്ന് തന്നെ നമുക്ക് പറയാം. അന്തിമ വിലാപയാത്രയുടെ 3 മണി കഴിയുമ്പോൾ നടക്കുമെന്ന് തന്നെ പറയാം. ഇനി ഒരു ഗായകൻ ഇതുപോലെ ജനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര ഒരു ഗായകനാണ്. ആ പാട്ട് കേട്ട ഒരു ദിവസം പോലും മലയാളികൾ പാട്ട് കേൾക്കാതെ ഇരിക്കൂല എന്ന് തന്നെ പറയാം. ഒരു പാട്ടേക്കും കേട്ടാണ് ഉറങ്ങുന്നതെന്ന് നമുക്ക് പറയാം. നമുക്ക് ദുഃഖം വരുമ്പോൾ ഈ പാട്ട് കേൾക്കും, സന്തോഷം വരാൻ വേണ്ടി ജയചന്ദ്രൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് എല്ലാ മനുഷ്യരും ഇരിക്കുന്നത്. മരങ്ങളിൽ തന്നെ അലങ്ങുന്നില്ല, പച്ചകളെല്ലാം അങ്ങനെ വൃക്ഷങ്ങളിൽ തന്നെ അനങ്ങാതെ നിൽക്കുന്നു. ഇന്നലെ വൈകുന്നേരം രാത്രിയോടെ എല്ലാവരും കരച്ചിലാണ് തുടരുന്നത്. അത്ര ഒരു സമൂഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മരങ്ങൾ പോലും ചലിക്കുന്നില്ലെന്ന് ഇനി പറയാം. ആ മഹാനെന്നുള്ള മനുഷ്യൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേയൻ.